വിധിയെഴുത്തിന് ഇനി 46 നാളുകൾ. കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ചർച്ചകൾ പൂർത്തിയായില്ല. ഘടകകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ സ്ക്രീനിംഗ് കമ്മിറ്റി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. എന്നാൽ മുൻ നിശ്ചയിച്ച പോലെ തെരഞ്ഞെടുപ്പ് സമിതി നാളെ യോഗം ചേരും. ഇതിനു മുന്നോടിയായി ഘടകകക്ഷികളുമായി ചർച്ച പൂർത്തിയാക്കുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ തന്നെ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സുധീരൻ പറഞ്ഞു. വിവരങ്ങളുമായി സവാദ് മുഹമ്മദ് ചേരുന്നു ഡൽഹിയിൽ നിന്ന്. സവാദ്, എന്താണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള തർക്കങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? ചർച്ച നടത്തിയ ശേഷമേ നാളെ പ്രഖ്യാപനം നടത്താൻ. സവാദിലേക്ക് മടങ്ങിയെത്താം. അതിനു മുമ്പ് VM സുധീരന്റെ വാക്കുകളിലേക്ക്. ചർച്ച വളരെയേറെ പുരോഗതിയുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇന്നിപ്പോ ഇവിടുന്ന് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇന്ന് രാത്രി വീണ്ടും ഞങ്ങൾ ഇരിക്കും. ഘടകകക്ഷികളുമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ അവരുമായി ചർച്ച നടത്തിയ ശേഷമേ നാളെ പ്രഖ്യാപനം നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ജോസ് തെറ്റയിൽ അങ്കമാലിയിൽ മത്സരിക്കേണ്ടതില്ലെന്ന് JDS എറണാകുളം ജില്ലാ കമ്മിറ്റി. പുതുമുഖങ്ങൾക്ക് അവസരം നൽകേണ്ടതുണ്ട്. അതിനാൽ ഇത്തവണ തെറ്റയിൽ മാറി നിൽക്കണമെന്ന് കമ്മിറ്റിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും അഭിപ്രായപ്പെട്ടു. ജോസ് തെറ്റയിലിന്റേത് ഉൾപ്പെടെ 4 പേരുകൾ പാർലമെന്ററി ബോർഡിന് സമർപ്പിക്കാൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. അങ്കമാലി മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഏകപക്ഷീയമായാണ് ജോസ് തെറ്റയിലിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. എന്നാൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയപ്പോൾ സ്ഥിതി മാറി. ജോസ് തെറ്റയിൽ ഇത്തവണ മാറി നിൽക്കണമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം അംഗങ്ങളും അഭിപ്രായപ്പെട്ടു. പാർട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് ബെന്നി മുഞ്ഞേലി, JDS സംസ്ഥാന കമ്മിറ്റി അംഗം മാത്യു ജോൺ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേബി P. കുര്യൻ എന്നിവരുടെ പേരുകളാണ് ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചത്. 48 അംഗങ്ങളിൽ 3 പേർ മാത്രമാണ് തെറ്റയിലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ചത്. അങ്കമാലി നിയോജക മണ്ഡലത്തിൽ നിന്നും സിറ്റിംഗ് MLA ജോസ് തെറ്റയിലിനെ ഒഴിവാക്കണമെന്ന് ജില്ലാ നേതൃയോഗത്തിന്റെ അഭിപ്രായം സംസ്ഥാന പാർലമെന്ററി ബോർഡിനെ അറിയിക്കാൻ യോഗം തീരുമാനിച്ചു. ഇത് 4ാം തവണയാണ് JDS അങ്കമാലിയിൽ മത്സരിക്കുന്നത്. സിറ്റിംഗ് MLA എന്ന നിലയിലാണ് ജോസ് തെറ്റയിലിന്റെ പേരുകൂടി ചേർക്കാൻ കമ്മിറ്റി തീരുമാനിച്ചത്. 4 പേരുകളും സംസ്ഥാന ഭാരവാഹികൾ അംഗങ്ങളായിട്ടുള്ള പാർലമെന്ററി ബോർഡിന് സമർപ്പിക്കും. കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെ സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥി ആരെന്ന് ഉടൻ പ്രഖ്യാപിക്കും. പുതുമുഖങ്ങൾക്ക് അവസരം നൽകേണ്ടതിനാലാണ് തീരുമാനമെന്ന് കമ്മിറ്റി ആവർത്തിക്കുമ്പോഴും ലൈംഗിക ആരോപണം തന്നെയാണ് തെറ്റയിലിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വിലങ്ങുതടിയായത്. ബിൻസി രവീന്ദ്രൻ, മീഡിയ 1, കൊച്ചി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു. ഘടകകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കിയാൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം രാത്രിയിൽ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞത്. വിവരങ്ങളുമായി സവാദ് മുഹമ്മദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. സവാദ്, സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഏത് അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്? തെരഞ്ഞെടുപ്പ് സമിതി യോഗം നാളെ ചേരും എന്നത് ഉറപ്പിച്ചോ? രാജീവ്, തർക്കം ഇപ്പോഴും അതേപടി തുടരുകയാണ്. ഏതാനും 10 സീറ്റുകളിലാണ് ഇപ്പോഴും ഒറ്റ പേരിലേക്ക് തീരുമാനം എത്താതെ പോയത് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ. ബാക്കി ഭൂരിഭാഗം സീറ്റുകളിലും സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ധാരണയായതായാണ് അല്പസമയം മുമ്പ് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും VM സുധീരനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായിട്ടുള്ള 4 സീറ്റുകളടക്കം ഏതാണ്ട് 10 സീറ്റുകളിൽ ഇപ്പോഴും ഒരു ധാരണയിലെത്തിയിട്ടില്ല. ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് വിടാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴുള്ളത്. നാളെ വൈകിട്ട് 3 മണിക്കായിരിക്കും തെരഞ്ഞെടുപ്പ് സമിതി ചേരുക എന്നാണ് VM സുധീരൻ അറിയിച്ചത്. നേരത്തെ രാവിലെ 11 മണിക്ക് ചേരുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ നടപടികൾ പൂർത്തിയാകാത്തതിനാലും ഘടകകക്ഷികളുമായുള്ള ചർച്ച ബാക്കിയായതിനാലുമാണ് തെരഞ്ഞെടുപ്പ് സമിതി നാളെ വൈകിട്ടത്തേക്ക് മാറ്റിയിരിക്കുന്നത്. നാളെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാകുമെന്നൊരു പ്രതീക്ഷയും VM സുധീരൻ പ്രകടിപ്പിച്ചു. സവാദ്, നേരത്തെ സ്ഥാനാർത്ഥി സാധ്യതകളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. പാറശാലയിൽ AT ജോർജ് തന്നെ മത്സരിക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. VM സുധീരൻ ഈ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തിരുന്നു. ഏത് സാഹചര്യത്തിലാണ് AT ജോർജിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്? രാജീവ്, പാറശാല അടക്കമുള്ള 5 സീറ്റുകളിലായിരുന്നു VM സുധീരൻ ഒരു സിറ്റിംഗ് MLA മാറ്റണം എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്. എന്നാൽ AT ജോർജിന് അനുകൂലമായി AI ഗ്രൂപ്പിലെ നേതാക്കളും, അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ MP ആയിട്ടുള്ള ശശി തരൂറും നിലപാടെടുത്തതോടെയാണ് VM സുധീരൻ ഇക്കാര്യത്തിൽ അയഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, പാറശാല അടക്കമുള്ള എല്ലാ സീറ്റുകളിലും ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടല്ല ഇപ്പോൾ VM സുധീരൻ സ്വീകരിക്കുന്നത്. K. ബാബു, അതുപോലെ തന്നെ
അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, ഒപ്പം തന്നെ KC ജോസഫ് എന്നീ 4 പേരുകളിലാണ് ഇപ്പോൾ PM സുധീരൻ തന്റെ നിലപാട് കർക്കശമാക്കുന്നത്. ബാക്കി സവാദ് മുഹമ്മദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടരുന്നു. കൊൽക്കത്ത ബഡാ ബസാറിൽ നിർമ്മാണത്തിലിരുന്ന മേൽപ്പാലം തകർന്നു വീണ് 22 പേർ മരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പശ്ചിമബംഗാൾ സർക്കാർ 5 ലക്ഷം രൂപ സഹായം പ്രഖ്യാപിച്ചു. പശ്ചിമബംഗാൾ നോർത്ത് കൊൽക്കത്തയിലെ ഗിരീഷ് പാർക്കിനെയും ഹൌറയെയും ബന്ധിപ്പിക്കുന്ന നിർമ്മാണത്തിലിരിക്കുന്ന വിവേകാനന്ദ മേൽപ്പാലത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. 2 കിലോമീറ്ററിലധികം നീളം വരുന്ന പാലത്തിന്റെ ബഡാ ബസാറിൽ നിർമ്മാണം നടന്നിരുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. 100ഓളം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. നിരവധി വാഹനങ്ങൾ പാലത്തിന്റെ അടിയിൽ കുടുങ്ങിയിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനയും ആർമിയുടെ പ്രത്യേക വിഭാഗവും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അപകടം നടക്കുമ്പോൾ നിരവധി ആളുകൾ പാലത്തിന് സമീപമുണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. अभी तक बहुत सारे लोग अंदर में दबे हुए हैं. 2010 പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണം നടക്കുന്നതെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു. പരിക്കേറ്റവരെ കൊൽക്കത്ത മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അപകടസ്ഥലം സന്ദർശിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 3 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീഡിയ 1 ഡൽഹി. തിരിച്ചുവരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.